ചേർക്കാത്ത ചട്നി കഴിച്ചിട്ടുണ്ടോ? തേങ്ങ മാത്രമല്ല കേട്ടോ, സവാളയും തക്കാളിയും ഒന്നും ചേർക്കാതെ തയ്യാറാക്കിയിട്ടുള്ള ചട്നിയാണിത്. നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഇപ്പോൾ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചട്നിയാണ് കേട്ടോ. ദോശയിലേക്കും ഇഡ്ഡലിയിലേക്കൊക്കെയാണ് ഇത് ഏറ്റവും കോമ്പിനേഷന്. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ എടുക്കാൻ. നമ്മളെപ്പോഴും നാടൻ ടേസ്റ്റ് കിട്ടാൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചെറിയ വെളുത്തുള്ളി അല്ലി ആയതുകൊണ്ട് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് മെയിനായിട്ടുള്ള സാധനം ചേർത്ത് കൊടുക്കുന്നത് കടലയാണ്. 1/3 കപ്പ് കടലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വേണ്ട. ഈ ഒരു കടല വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് സെർവ് ചെയ്യാനുള്ള ചട്നി റെഡിയാക്കി എടുക്കാം. നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഒരു 1/3 കപ്പ് കടലയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നങ്ങ് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. ഹൈ ഫ്ലെയിമിലാവുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം ഒന്നങ്ങ് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നല്ല ക്രിസ്പി ആയിട്ട് വരണം. അപ്പോൾ ഈ ഒരു ഉഴുന്നിൻ്റെ ഒക്കെ ഒരു കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറിലേക്ക് വരണം. അതുപോലെ തന്നെ കടലയും നന്നായിട്ട് വെന്ത് ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ മുളക് പൊടി കരിഞ്ഞൊന്നും പോകരുത്. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഒരു മുളക് പൊടിയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്നങ്ങ് മാറിയതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒന്ന് കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം പിഴിഞ്ഞിട്ട് ചണ്ടി ഒഴിവാക്കിയിട്ട് ആ ഒരു വെള്ളം മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് തിളപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഈ ഉള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് ചൂടാറി വരണം. നന്നായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമുക്ക് കുറച്ച് വേണ്ടി വരും കേട്ടോ. നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് എത്രത്തോളമാണ് ആവുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ലൂസ് വേണ്ടതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് അരച്ചെടുക്കാം. കണ്ടല്ലോ, ഇത് ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും നല്ല തിക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊരു ചെറിയ പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. പീനട്ട് ചട്നി. അപ്പോൾ തേങ്ങ വെച്ചിട്ട് എപ്പോഴും നിങ്ങൾ തേങ്ങ വെച്ചിട്ട് ചട്നിയൊക്കെ റെഡിയാക്കി എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കടലയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്